പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ദൈവകൃപയാൽ പരിശുദ്ധവും രക്ഷാകരവുമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നു. വലിയ നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവ് പ്രവർത്തിച്ച അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാകുന്ന കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ നൽവീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തുന്ന രംഗത്തെ നാം അനുസ്മരിക്കുന്നു. അന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം ഗോസ്പൽ റിട്ടൻ ബൈ സെയിന്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1-11. അനവധി ആശയങ്ങൾ ഉള്ളടങ്ങുന്ന ഒരു വേദഭാഗമാണെങ്കിലും ഒരു എളിയ ആശയം മാത്രം കാഴ്ച സമർപ്പിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഈ വേദഭാഗം നാം മനനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കർത്താവ് ഈ ആദ്യത്തെ അടയാളം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യവും സ്വാധീനവും പ്രകടമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണമുള്ള നാഴിക, എൻ്റെ മഹിമ വെളിപ്പെടുവാനുള്ള നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം മൂലം, സ്വാധീനം മൂലം കർത്താവ് ആദ്യത്തെ അടയാളം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ മാതാവിനെ കുറിച്ച് നാം നമ്മുടെ ഗീതങ്ങളിലൊക്കെ പാടുന്നുണ്ട്. ആരും ഉയർത്തപ്പെട്ടിൽ ഇതുപോൽ അതിനാൽ സ്പഷ്ടം, മറിയാമേ പോൽ ആരും താഴ്മപ്പെട്ടിട്ടില്ല. താഴ്മയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ കുറവുകളെയും തോൽവികളെയും പ്രയാസത്തിൻ്റെ സാഹചര്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ആശയം, താഴ്മയുള്ള വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ പ്രയാസത്തിലും മറ്റുള്ളവരുടെ തോൽവികളിലും ആ സാഹചര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന സമർപ്പിക്കുവാനും അപേക്ഷകൾ സമർപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. കാലികമായി നാം നോക്കുമ്പോൾ ഇന്ന് പലരും അവരൻ്റെ തോൽവികളിൽ സന്തോഷിക്കുവാനും അതിനെ ഘോഷിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് പരിശുദ്ധ മാതാവ് ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ വലിയൊരു ഉദാഹരണമായി ഈ വേദഭാഗം നമുക്ക് കാട്ടുന്നത്. ആ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിനുണ്ടായതായ ആ പ്രയാസം അതിനെ കൊട്ടിഘോഷിക്കാതെ തൻ്റെ മകൻ്റെ സന്നിധിയിൽ പോയി അതിനൊരു പ്രാർത്ഥനയായി സമർപ്പിക്കുന്നു. താഴ്മയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മൾ ശീമാ നമസ്കാരത്തിൽ ശനിയാഴ്ച സന്ധ്യാ നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്, കന്യേ മുൻഫലമായോളെ രക്ഷയ്ക്കുറവിടമായോളെ ഏകാത്മജനോടർത്ഥിക്ക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ. രക്ഷയ്ക്ക് ഉറവിടമായോളെ എന്നൊരു പദവി, എന്നൊരു സവിശേഷത ആ ഗീതത്തിലൂടെ പരിശുദ്ധ മാതാവിനെ നമ്മൾ അഭിസംബോധന ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രക്ഷാകരമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ ആദ്യത്തെ അടയാളത്തിൽ മാതാവിൻ്റെ മഹനീയമായ സാന്നിധ്യവും സ്വാധീനവും അനുസ്മരിച്ചുകൊണ്ടാണ്, മാതാവിൻ്റെ ശക്തമായ ഒരു മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് വേണം ആ രക്ഷാവ്യാപാരം നിറവേറ്റിയ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. രക്ഷയ്ക്ക് ഉറവിടമായുള്ള the source of salvation, we must enter into the salvific great Lent with and through the intercession of Saint Mary, the Mother of God. ഇന്ന് പലരുടെയും ജീവിതത്തിൽ പല തോൽവികളും പ്രയാസമേറിയ അനുഭവങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോഴെല്ലാം ഒരു സഭയായി, കർത്താവിൻ്റെ ഒരു ശരീരമായി അവർക്ക് വേണ്ടി അവരുടെ അനുതാപത്തിൽ ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി അവരോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു സഭയായി, സമൂഹമായി നിലകൊള്ളുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. അതാണ് പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തത്. മാനവികതയുടെ മൗലിക ധർമ്മമാകുന്ന സ്നേഹം, കരുണ, ദയ,
ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആചരിക്കണം. ഇതൊരു ഇമാജിനറി കൺസെപ്റ്റ് അല്ല. ദൈവം മനുഷ്യനായി തീർന്നെങ്കിൽ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവമായി അത് മാറണം. മാനവികതയുടെ മൗലിക ധർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക, മറ്റുള്ളവരോട് ദയ കാണിക്കുക, കരുണ കാണിക്കുക. അവരുടെ തോൽവികളിലും അവരുടെ പ്രയാസങ്ങളിലും അവർക്കുണ്ടാകുന്നതായ എല്ലാവിധമായ പ്രതിസന്ധികളിലും അവർക്കു വേണ്ടി അവരോടൊപ്പം ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നവരായി മാറുക. ഇതാണ് ഇന്ന് നമുക്ക് ആത്മീയ തലത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ ആശയം. താഴ്മയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ പ്രയാസത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, രണ്ടാമതായി ഈ ഒരു വേദഭാഗം വിശുദ്ധ കുർബാനയുടെ ആദ്യവും അന്തവും സൂചിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയോടുകൂടി ആണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും പ്രവേശിക്കുന്നത്. കാർമ്മികൻ ഒന്നാമതായി പബ്ലിക് സർവീസ് പരസ്യമായി വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ഭാഗമാണ്: നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെയാണ് ആ വിശുദ്ധ ബലിയിൽ നാം പ്രവേശിക്കുന്നത്. എന്നാൽ അതിൻ്റെ അവസാനത്തെ ആശീർവാദത്തിൽ കാർമ്മികൻ ആ കോൺഗ്രിഗേഷനെ മുഴുവനും ആശീർവദിച്ചുകൊണ്ട് പറയുന്ന വാചകവും ശ്രദ്ധേയമാണ്: നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുകയും. ആ സന്തോഷത്തിൻ്റെ അനുഭവവും ആനന്ദത്തിൻ്റെ അനുഭവവും ഈ വേദഭാഗത്തിൽ നമുക്ക് അവസാനമായിട്ട് കാണുവാൻ സാധിക്കാം. വീഞ്ഞു കുറഞ്ഞതിൻ്റെ അനുഭവത്തിൽ ദൈവം ഇടപെട്ട് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയോടുകൂടി ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ വിശുദ്ധ ബലിയിലും ഇത് പ്രതിബിംബിക്കണം. നമ്മൾ കുറവുള്ളവരാണ്, ബലഹീനരാണ്. പക്ഷേ പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഒരു സ്വർഗീയമായ ആനന്ദത്തിൻ്റെ പ്രബലത, സന്തോഷത്തിൻ്റെ പ്രബലത നമ്മുടെ ജീവിതത്തിൽ ഓരോ വിശുദ്ധ ബലിയിലൂടെ ലഭ്യമാകുവാൻ തക്കവണ്ണം നമ്മെ തന്നെ അനുതാപത്തോടുകൂടി സമർപ്പിക്കണം. അടുത്തതായി ഈ വേദഭാഗം പ്രതിപാദിക്കുന്ന ചില സംഖ്യകളുണ്ട്. 6 കൽഭരണികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ജൂയിഷ് മിസ്റ്റിസിസം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് കബാല ഒക്കെ വായിക്കുമ്പോൾ, അതിന് യഹൂദന്മാർ ചില സംഖ്യകൾക്കൊക്കെ ചില അർത്ഥതലങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് 6 എന്ന സംഖ്യയ്ക്ക് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ 7 എന്ന സംഖ്യ പരിപൂർണതയുടെ ഒരു സംഖ്യയായിട്ട് അവരതിനെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 6 കൽഭരണികൾ നമ്മുടെ ബലഹീനതകളെയാണ്, നമ്മുടെ അപൂർണമായ അവസ്ഥയെ ആണ് പ്രതിപാദിക്കുന്നത്. ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും ബലഹീനരായ നാം, കുറവുള്ളവരാകുന്ന നാം നമ്മെ തന്നെ അനുതാപത്തോടുകൂടിയും പരിശുദ്ധ മാതാവിൻ്റെയും പരിശുദ്ധ യോഹന്നാൻ മാബ്ദാനയുടെയും മധ്യസ്ഥതയോടുകൂടി സമർപ്പിക്കുന്ന ഒരു അനുഭവമായി നമ്മളതിനെ മനസ്സിലാക്കണം. We are frail in ourselves. We are weak and incomplete and imperfect in ourselves. 6-ാമത്തെ ദിവസമാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പോലും. എന്നാൽ ഈ വേദഭാഗത്തിൽ 6 കൽഭരണികൾ മണവും രുചിയുമില്ലാത്ത വെള്ളം കൊണ്ട് നിറഞ്ഞതായി, എന്നാൽ 7-ാമൻ യേശുക്രിസ്തു തന്നെ എല്ലാത്തിനെയും പൂർത്തിയാക്കുന്നവനാകുന്നു. സ്വർഗപിതാവിൻ്റെ ഏകപുത്രനാകുന്ന യേശുക്രിസ്തു തന്നെ അതിന് പരിപൂർണതയിൽ എത്തിക്കുന്ന ഒരു അനുഭവം ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
we are frail in ourselves. We are weak, incomplete and imperfect in ourselves. അവിടെ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അനുതാപത്തോടുകൂടി ഓരോ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ, രൂപാന്തരത്തിൻ്റെ ഒരു അനുഭവം കൗദാശികമായി ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. രണ്ടാമതായി, ഈ വേദഭാഗം തുടങ്ങുന്നത് തന്നെ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. അത് അതിൻ്റെ നേരത്തെ ഭാഗത്തോടെ ചേർന്നാണ് അത് പറഞ്ഞു വരുന്നതെങ്കിലും ഈ 3rd ഡേ എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി എന്ന് പറയുമ്പോൾ ആ 3-ാം ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ആത്മീയ തലത്തിൽ നാം അത് ചിന്തിക്കുമ്പോൾ അത് സ്വർഗീയമായ ഒരു വിരുന്നിൻ്റെ ഒരു സൂചകമാണ്. സാക്ഷാൽ സ്വർഗീയ മണവാളൻ സന്നിധനായിരിക്കുമ്പോൾ പ്രതിപാദിക്കുന്ന ഒരു കല്യാണ രംഗമാണെങ്കിലും സൃഷ്ടികർമ്മത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രഭാത നമസ്കാരത്തിൽ നാം ഏറ്റവും നല്ല രീതിയിൽ അതിനെ പാടുന്നുണ്ട്. ഋചുമതികൾ കിരുളിൽ ദ്യുതിയുളവായി, ആ പാട്ട് താഴെ പാടി വരുമ്പോൾ ധൃതമുണ്ടായൊരു സോദരിമാർ നീരിന്മീതേ വാനിടമുൻ അപരം നീരിന്നാധാരം നിമിഷമുയർന്നൊരു മണവറയാം ഓയാറായതമായി മധ്യേ. അപ്പോൾ നിമിഷത്തിൽ ഒരു മണവറ ഉളവാവുകയാണ് ചെയ്യുന്നത്. 3-ാം ദിവസം ദൈവം ഈ കരയെ വെളിപ്പെടുത്തി എന്ന് പറയുന്നത്, ഭൂമി ഉളവായി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്രൈഡൽ ചേംബർ മാനിഫെസ്റ്റ് ആവുക, സ്വർഗീയമായൊരു മണിയറയെ സൂചിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഇതുതന്നെയാണ് 3-ാം ദിവസം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടുകൂടി വലിയ ഒരു വിരുന്നിലേക്ക് മനുഷ്യ രാശി മുഴുവനും കർത്താവ് ഒരുക്കിയതെന്ന് പറയുന്നു. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ എല്ലാവരും പുനരുത്ഥാനം ചെയ്യുമ്പോൾ വലിയൊരു വിരുന്ന് ഒരുക്കപ്പെടുകയാണ്. അതാണ് 3-ാം ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടുകൂടി സ്വർഗീയ മണവാളനാകുന്ന യേശു ക്രിസ്തു ബലഹീനരായ നമുക്ക് നൽകുന്ന ഒരു അനുഭവം, നമ്മെ തന്നെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപയാണ് നൽകുന്നത്. നമ്മുടെ ബലഹീനതകളെയൊക്കെ ഔദാശികമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധരാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായി തീരണം. താഴ്മയോടുകൂടി മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അവരോടൊപ്പമായിരുന്ന് അവർക്കു വേണ്ടി അവരോടൊപ്പം ദൈവസന്നിധിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്ന ഒരു ജീവിതം. താഴ്മ ഉണ്ടെങ്കിൽ മാത്രമേ മാനവികതയുടെ മൗലിക ധർമ്മമാകുന്ന സ്നേഹം, കരുണ ഇവയെല്ലാം മറ്റുള്ളവരെ പ്രതി ദൈവസന്നിധിയിൽ നമുക്ക് സാക്ഷ്യം സമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായി, ഒരു കൂദാശയുടെ ഒരു അനുഭവത്തിൽ, വിശുദ്ധ കുർബാനയുടെ ഒരു അനുഭവത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയോടുകൂടി നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും സമർപ്പിച്ചുകൊണ്ട് ജീവമേശയിൽ നിന്നും സന്തുഷ്ടരായി സന്തോഷമുള്ളവരായി നമ്മുടെ ആത്മീയ പ്രയാണം തുടരുവാനും രക്ഷാകരമായ ഈ വലിയ നോമ്പിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഒരു പ്രബലതയിൽ കൃപയിലും വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.